ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവദാസനും ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എൻ്റെ ചേച്ചി കുടുംബം എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും അല്ലെങ്കിൽ ചേച്ചിയും അച്ചാച്ചനും പറഞ്ഞ് ഏറെക്കുറെ എല്ലാവരെയും അറിയാം. അതുകൊണ്ട് എല്ലാവരോടും ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇങ്ങനൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ പാടിയ പാട്ട് മാറെ മധുരമാക്കി തീർക്കുന്നവൻ, വ്യക്തിപരമായി എന്നോട് ദൈവം അത് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവദാസന് വീണ്ടും അതെടുത്ത് പറഞ്ഞത്. ഇന്ന് ദൈവം എനിക്ക് തന്ന സന്ദേശവും അതുമായിട്ട് ചേർന്നത് തന്നെയാണ്. എവ്രി ബിറ്റർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ് ഇസ് ഫോർ അവർ ഓൺ ബെനിഫിറ്റ്, ഇറ്റ്സ് ഫോർ അവർ അൾട്ടിമേറ്റ് ഗുഡ്. നമ്മുടെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്ന എല്ലാ കയ്പും. അതാണ് ടൈറ്റിലായിട്ട് ദൈവം തന്നത്. ഗോഡ് will save us from the pit of corruption. എന്തൊക്കെ കറപ്ഷൻ വരാൻ ഞാൻ അറിഞ്ഞില്ല. ആദ്യം ജോമോൻ ചാച്ചൻ എൻ്റെ അടുത്ത് ആദ്യം ഞാൻ സംസാരിച്ചിട്ട് അച്ഛൻ സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നല്ലൊരു ഗ്രൗണ്ടായിട്ടുണ്ട് എനിക്ക് ഈ മെസ്സേജ് പറയാനായിട്ട്. നമ്മളെ ദൈവമക്കളായ നമ്മളെ വരിഞ്ഞു മുറുക്കി നമ്മളെ കൊണ്ട് അധമ പാതാളത്തിലേക്ക് ഇടാൻ പൈശാചിക ശക്തികൾ നമ്മുടെ ചുറ്റും നിൽക്കുക. ദൈവം തൽക്കാലം നമ്മളെ വിട്ടുകൊടുത്തത് നമുക്ക് തോന്നുന്ന സന്ദർഭം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് തോന്നത്തക്ക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ബട്ട് ടുഡേ, ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാതെ അല്ല. ഓരോ മൊമെൻറ്റും, എവ്രി മൊമെൻറ്റ് ഹാസ് എ പേർപ്പസ്. ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമില്ലാതെ നമ്മുടെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല. യെശയ്യാവ് 38:17 സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. Indeed, it was for my own peace that I had great bitterness, but you have lovingly delivered my soul from the pit of corruption, for you have cast all my sins behind your back. അതെ, നമ്മുടെ ദൈവം നമ്മളെ വെറുതെ ശോധന ചെയ്യത്തില്ല, വെറുതെ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ തൽക്കാലം എന്നെ കൈവിട്ടു. എൻ്റെ വിവാഹ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞത്, വിവാഹ ജീവിതം മാത്രമല്ല, ഒരുമാതിരി പ്രായമായി ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ ഉണ്ടെന്ന് വ്യക്തമായ സമയം മുതൽ ഒരു 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിയപ്പം സ്ക്വാഡ് പിടിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കൂളിലെ റാങ്ക് പ്രതീക്ഷയായിരുന്നു ഞാൻ, പക്ഷേ എന്നെ സ്ക്വാഡ് പിടിച്ചു. ആരോ ഇട്ട പേപ്പർ കഷ്ണം, തുണ്ട് പേപ്പർ എൻ്റെ അടുത്ത് കിടന്നെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു. അപ്പം ആ ഒരു പ്രായം മുതൽ ചെയ്തത്, എവിടെ പോയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഞാൻ അറിയാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുന്ന ഒരു അവസ്ഥ, പ്രശ്നം കഠിനമായി തീരുന്ന അവസ്ഥകൾ. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് നിരവധി രാത്രികൾ കരഞ്ഞ് കിടക്കെ തലേണെ നനച്ച അവസ്ഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ സകലവും വഴിമുട്ടിപ്പോയോ, ദൈവം എന്നെ അറിയുന്നില്ലയോ? പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പം, കഴിഞ്ഞൊരു വർഷം എൻ്റെ പ്രിയപ്പെട്ടവൻ പറയായിരുന്നു, കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ വരുമെന്നോ സഹോദരിയോടൊപ്പം ആകുമെന്നോ നമ്മൾ ചിന്തിക്കുന്ന പോലും ഒരു സാഹചര്യമല്ല. പക്ഷേ ഈ വർഷം ഇവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പം, ഇങ്ങോട്ട് വരുന്നതിന് ഒരു 2 മാസം മുൻപും അല്ല, കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ കൂടെ വളരെയധികം തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഇവിടെ കടന്നു വന്ന ദൈവമേ, ആ ദേശത്ത് പോയി എന്തിനാണ് അങ്ങനെ അയക്കുന്നതെന്ന് ഞാൻ ചോദ്യചിഹ്നമായി ദൈവം മുൻപാകെ ഇരുന്ന രാത്രികളുണ്ട്. പക്ഷേ സകലത നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിയുവാൻ എൻ്റെ ദൈവം ഈ 41 വയസ്സായ എനിക്ക് ഈ 41 വർഷവും നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രതിസന്ധി അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ലോർഡ് ഡസ് എവറിത്തിങ് ഫോർ ഗുഡ്. ഞാൻ ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ, അച്ഛൻ പറഞ്ഞതാണെങ്കിലും, എൻ്റെ ജീവിതത്തിൽ ഒരു ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴൊക്കെയോ കുറച്ച് മെസ്സേജ് അയച്ചത് പാസ് ചെയ്തതേ ഉള്ളൂ. അന്നമാൻഡിക്ക് പേഴ്സണലി എന്നെ അറിയത്തില്ല. പക്ഷേ 2020 2, 3, 4 തവണ എൻ്റെ പുറകെ നടന്ന്, മോളെ നിൻ്റെ മേൽ, എന്നെ കണ്ടിട്ടില്ല വ്യക്തിപരമായി, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്, നീ മുന്നിലേക്ക് വരണം, നീ ദൈവവചനവുമായി ഇരിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്ത്, ഞാൻ അതിനെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ഒരാളല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ ക്രമീകരണങ്ങൾ വരുത്താനുണ്ട് എന്നെല്ലാം പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ചപ്പോഴും മാസങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ വിളിച്ച് എന്നെ ആ സ്നേഹത്തോടെ പെർസ്വേഡ് ചെയ്ത്, എന്നാൽ ആധികാരികമായി ഇടപെട്ട്, അങ്ങനെയാണ് എൻ്റെ വിളിയിലേക്ക് ഒരു ചുവടെടുത്ത് വെപ്പാൻ ദൈവം സഹായിച്ചത്. അന്നു മുതൽ എൻ്റെ പ്രാർത്ഥനയാണ്, നമ്മൾ ഓരോരുത്തരും അനവധി മക്കളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കാൻ, അവരുടെ വിളിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ഉള്ള ഒരു സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിവിടെ വായിച്ചത്, ദൈവം ഹി ഡെലിവേഴ്സ് അവർ സോൾ ഫ്രം ദ പിറ്റ് ഓഫ് കറപ്ഷൻ. അതെ, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഈ ഉലകം, നമ്മളായിരിക്കുന്ന ഈ ലോകം
കറപ്ഷൻ, അനീതി, അതിക്രമം നിറഞ്ഞൊരു ലോകത്തിലാണ്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം ഒരു തവണ തെറ്റേറ്റു പറഞ്ഞ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെന്നാൽ ഹീ കാസ്റ്റ് ഓൾ അവർ സിൻസ് ബിഹൈൻഡ് അവർ ബാക്ക്. ഇപ്പോൾ ഇവിടെ കേട്ട ഈ സാക്ഷ്യം നമ്മുടെ മനസ്സിൽ തോന്നുമായിരിക്കാം, ആ വ്യക്തി ഒരുപാട് പാപം ചെയ്ത വ്യക്തിയാണ് എന്നൊരു ലേബൽ ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും അങ്ങനെ ഒരു ലേബൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു തവണ ഇഫ് വി റൺ ടു ദ ക്രോസ് ആൻഡ് ക്രൈ ഔട്ട്, that's it, he cast it behind. അത് പുറകിലേക്ക് എറിഞ്ഞു കളയും. പിന്നെ അതിനെ ഓർപ്പിക്കുന്നത് ദൈവമല്ല. എപ്പോഴെങ്കിലും അൺവാണ്ടഡ് ഗിൽറ്റി ഫീലിംഗ് ഒരിക്കൽ കൺഫസ് ചെയ്ത പാപങ്ങളുടെ മേൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് പിശാച് കൊണ്ടുവരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ എറിഞ്ഞു കളക, പുറകിലേക്ക് എറിഞ്ഞു കളക. Micah 7:19 says, he will turn again, he will have compassion on us, he will subdue our iniquities, and thou will cast all their sins into the depths of the sea. അവരുടെ പാപങ്ങളെ ഒക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയും. അത് പിന്നെ പൊങ്ങി വരത്തില്ല. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോൺ ഫോർ എവർ. അങ്ങനെ അനുദിനം ദൈവമക്കളായ നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച് നമ്മളെല്ലാം കർത്താവിനെ അറിഞ്ഞ ദിവസം ആ നീതിയുടെ അങ്കി നമ്മുടെ മേലിൽ വീണതാണ്. എങ്കിൽ ദൈനംദിന വിശുദ്ധീകരണത്തിലൂടെ ആത്യന്തികമായ തേജസ്കരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആദ്യം പറഞ്ഞ വാക്യത്തോട് ചേർത്ത് ഞാൻ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതും ജെൻസി സിസ്റ്റർ ഇവിടെ പറഞ്ഞിരുന്നു, നമ്മൾ എക്സോർട്ട് ചെയ്തിരുന്നു, നമ്മളെ എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ, ദൈവം അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും ഫോർ ഷുവർ. അപ്പോൾ ആദ്യം വായിച്ച വാക്യം ഹിസ്കിയാവ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. തനിക്ക് മരണകരമായ ഒരു രോഗം സംഭവിച്ച സമയത്ത് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ആരായിരുന്നു ഹിസ്കിയാവ്? ഹിസ്കിയാവ് ആഹാസ് എന്ന ഒരു ദുഷ്ടനായ യഹൂദ രാജാവിൻ്റെ മകനായിരുന്നു. അതുപോലെ തന്നെ അതിദുഷ്ടനായ മനശ്ശെ എന്ന രാജാവിൻ്റെ അപ്പനുമായിരുന്നു. എന്നാൽ ഹിസ്കിയാവ് ഇവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അപ്പോൾ തലമുറകൾ, നമ്മുടെ മുൻ തലമുറ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എങ്ങനെയായിരുന്നെന്നല്ല, ദൈവം നമ്മളെ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഹിസ്കിയാവിനെ പോലെ മുൻപും പിൻപുമുള്ളവർ കറപ്റ്റഡ് ആയി പോയെങ്കിലും ദോ ദ ഫോമർ ആൻഡ് ദ ലാറ്റർ വേ കറപ്റ്റഡ്, ഹിസ്കിയാവ് എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി നിന്നു. 2 ദിനവൃത്താന്തം 31 അധ്യായം 20 വാക്യത്തിൽ 2 ദിനവൃത്താന്തം 29 1, 2, 35, 36 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹി റിപ്പയർഡ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. അപ്പോൾ അപ്പൻ നശിപ്പിച്ച് കളഞ്ഞ യഹോവയുടെ ആലയത്തെ റിപ്പയർ ചെയ്തു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലുമൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ റിപ്പയർ ചെയ്യുന്നു. എവിടെയെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചത് എൻ്റെ ജോലിയല്ലെന്ന് പറഞ്ഞ് പോകുകയല്ല. എവിടെയൊക്കെ വീഴ്ചയുണ്ടോ, അറ്റകുറ്റം തീർക്കണമോ, അത് റിപ്പയർ ചെയ്യുന്നവരായി ഹിസ്കിയാവിനെ പോലെ നമുക്ക് തീരാം. ആൻഡ് സെക്കൻഡ്, ഹി റീഇൻസ്റ്റേറ്റഡ് ദ വർഷിപ്പ് ക്വിക്ക്ലി. നഷ്ടപ്പെട്ട് കിടന്ന, തകർന്നു കിടന്ന ആരാധനയെ താൻ യഥാസ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഹി വാസ് വൺ ഓഫ് ദ ഫ്യൂ കിങ്സ് ഓഫ് ജൂഡ ഹു വാസ് കോൺസ്റ്റന്റ്ലി അവെയർ ഓഫ് ഗോഡ്സ് ആക്ട്സ് ഇൻ ദ പാസ്റ്റ്. ദാവീദിലൂടെ ചെയ്ത കാര്യങ്ങളെ ഹിസ്റ്ററിയിൽ ദൈവം, യഹോവയായ ദൈവം എന്തൊക്കെ ചെയ്തോ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ഹൃദയപൂർവ്വം ദൈവത്തെ സേവിച്ചവനായിരുന്നു ഹിസ്കിയാവ്. 2 ദിനവൃത്താന്തം 30 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ടെമ്പിളിനെ റിപ്പയർ ചെയ്തു, പിന്നെ വേർഷിപ്പിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു, ആലയത്തിലെ ആരാധനയെ യഥാസ്ഥാനത്താക്കി. 30 അധ്യായത്തിൽ പെസഹ ഒക്കെ നിന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ആ പെസഹയെ ആചരിക്കുവാൻ വേണ്ടി എല്ലാ ജനത്തെയും ആഹ്വാനം കൊടുത്ത സമയത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ കുറേ പേര് അനുസരിക്കാതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ വന്ന് പെസഹ കഴിച്ചു. അപ്പം 2 ദിനവൃത്താന്തം 30-17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, ഹിസ്കിയാവ് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. ദൈവമേ, അറിവുകേടോടെയാ അവർ ശുദ്ധീകരണം ഇല്ലാതെയാണ് വന്ന് കഴിച്ചത്, പക്ഷേ എങ്കിലും അവർ വന്നല്ലോ, അതുകൊണ്ട് അവരെ നശിപ്പിച്ച് കളയല്ലേ, അവരുടെ പാപത്തെ കണക്കിടരുതേ എന്ന് പറയുന്ന ഹിസ്കിയാവിനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഹിസ്കിയാവിൻ്റെ ഈ സ്വഭാവം പോലെ ചില മധ്യസ്ഥരെ ദൈവസഭയ്ക്ക് ഇന്ന് ആവശ്യമാണ്. കാരണം വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ട് പലതും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി, ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും അവന് മഹത്വം കരയേറ്റേണ്ടവണ്ണം കരയേറ്റുവാൻ കഴിയാതിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാനല്ല, അറ്റകുറ്റം തീർത്ത് ഇടിവിൽ നിന്ന് കർത്താവെ അങ്ങ് അവരോട് ക്ഷമിക്കണമേ, മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിനെ പോലെയുള്ള ചിലരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു.
2 ദിനവൃത്താന്തം 31 അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹിസ്കിയാവ് 20-21 വാക്യം. ഹിസ്കിയാവ് യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അപ്പം നന്മ, ന്യായം, സത്യം പ്രവർത്തിക്കുന്നവനെ ദൈവം തിരയുന്നു. അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. This is what Hezekiah did throughout Judah, doing what was good and right and faithful before the Lord his God. In everything that he undertook in the service of God's temple and in obedience to the law and the commands, he sought his God and worked wholeheartedly, and so he prospered. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹോൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുന്നത്. ഹിസ്കിയാവിൻ്റെ though he was a king, നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നുള്ള മെയിൻ ടേക്ക് അവേസ് ഇതാണ്. രാജാവ് എന്ന് പറഞ്ഞു മാറി നിൽക്കാതെ ഹി സെർവ് ദ ലോർഡ്സ് ടെമ്പിൾ. 21 വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ഹി ഒബേഡ് ദ ലോസ് ആൻഡ് കമാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ താൻ അതിനായി തന്നെ സമർപ്പിക്കുകയും അതുപോലെ ജനത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഹിസ്കിയാവിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും തൻ്റെ രാജാധികാരം ഉപയോഗിച്ചല്ല ചെയ്തത്. ഇൻസ്റ്റെഡ് ദ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് ഹി സോട്ട് ഗോഡ് ആൻഡ് വർക്ക്ഡ് ഹോൾ ഹാർട്ടഡ്ലി. ദൈവത്തോട് ഓരോന്ന് ചെയ്യുമ്പോഴും ആലോചന ചോദിച്ചിട്ട് ആ ദൈവം കൊടുക്കുന്ന കൽപ്പന അനുസരിച്ച് വെക്കുന്ന ചുവടുകൾ മുഴുവൻ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ താൻ ചെയ്തത് കാരണം വാട്ട് ഹാപ്പൻഡ്? സോ ഹി പ്രോസ്പേർഡ്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പം ഹിസ്കിയാവിൻ്റെ ആ പ്രാർത്ഥന ദൈവം എന്നോട് ഇടപെട്ടു. എനിക്കറിയാം ഇതൊരു ടോപ്പിക്കൽ മെസ്സേജസ് ആണ് സാധാരണ ഞാൻ കൊടുക്കുന്നെങ്കിലും ഇത് കുറച്ച് ദൈവം എന്നോട് ഇടപെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാൻ ഈ ഹിസ്കിയാവിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനിയും 2 ദിനവൃത്താന്തം 32 അധ്യായത്തിൽ ഉള്ള മെസ്സേജ് ഇതാണ്: ഗോഡ് വിൽ ഫൈറ്റ് ആർ ഡെയിലി ബാറ്റിൽസ്. അതിനുള്ള വേഴ്സസ് ഫ്രം 6 to 8. അതിനകത്തെ I'm reading the verses for you. He appointed military officers. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അശ്ശൂർ രാജാവായ സെൻഹരീബ് ഇവരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. At that time, he appointed military officers over the people and assembled them before him in the square at the city gate and encouraged them with these words: Be strong and courageous. Do not be afraid or discouraged because of the king of Assyria and the vast army with him. For there is a great power with us than with him. അതെ, ലോകക്കാരുടെ കൂടെ ഉള്ളതിനേക്കാൾ വലിയ ഒരു ശക്തി നമ്മുടെ കൂട്ടത്തിലുണ്ട്. With him is only the arm of flesh. സെൻഹരീബിൻ്റെ കൂടെ ഉള്ളത് എന്താ? അവനോട് കൂടി മാംസഭുജമേ ഉള്ളൂ. അവരുടെ കൂട്ടത്തിൽ മാംസഭുജമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ ആരാ ഉള്ളത്? ബട്ട് വിത്ത് us is the Lord our God to help us and to fight our battles. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട കാര്യമാണ്. നമ്മുടെ ബാറ്റിൽസ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡു നോട്ട് ലീൻ ഓൺ അവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ വിവിധ കരിയറിലുള്ളവർ ഇതിനകത്ത് കാണും. ബിസിനസ് മെൻ കാണും, ജോലി ചെയ്യുന്നവർ കാണും, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ കാണും. വാട്ട് എവർ ബി ദ ചിൽഡ്രൻ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ് ആൻഡ് ബാറ്റിൽസ് ഉള്ളത് അഡൾട്ട്സിനെക്കാട്ടിലും. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് us today. Don't try to fight your own battles by your own strength. Be it a church leader, be it a man of God or a woman of God, no matter. Take our battles to the Lord. We just have to take on our knees. നമ്മുടെ പ്രോബ്ലവും നമ്മുടെ വിഷയത്തിൻ്റെ വിടുതലും തമ്മിൽ നമ്മുടെ നീസും ഈ തറയും തമ്മിലുള്ള അത്രയും ദൂരമേ ഉള്ളൂ. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രം മതി. കാരണം ലോകക്കാരുടെ കൂട്ടത്തിലുള്ളവർക്ക് മാംസഭുജം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉള്ളവൻ നമ്മുടെ യുദ്ധം നയിക്കാൻ ശക്തനാണ്. എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഡെയിലി ബാറ്റിൽസ്? ദൈനംദിന യുദ്ധമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് വി ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവ പൈതലല്ല, അതുകൊണ്ടാണ് നമുക്ക് യുദ്ധമില്ലാത്തത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് എന്നൊരു ചോദ്യം വരണ്ട. യഥാർത്ഥ ദൈവ പൈതലാണോ? ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ലെവലിലും ബോഡി, സോൾ, സ്പിരിറ്റ് ഡെയിലി നമ്മൾ വാർഫെയറിലാണ്. നമ്മൾക്ക് യുദ്ധം നേരിടും. ഈ യുദ്ധത്തെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറ് പോലും ഇല്ല. കാരണം അത്രയ്ക്ക് ബിസി ആക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഒന്നാമത്തെ നമ്മുടെ ശത്രു ഇസ് ആർ ഓൺ ഫ്ലഷ്. ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, എൻ്റെ സ്വയം. മൈ ഫ്ലഷ് ഇസ് മൈ എനിമി. എൻ്റെ അടുത്തിരിക്കുന്നവരല്ല, എൻ്റെ ബോസ് അല്ല, എൻ്റെ സബോർഡിനേറ്റ് അല്ല, എൻ്റെ ഹസ്ബൻഡ് അല്ല, എൻ്റെ പിള്ളേരിലുള്ള ജഡമാണ്. അപ്പോൾ ആദ്യത്തെ ദൈനംദിന പോരാട്ടം എൻ്റെ ജഡത്തെ ഞാൻ എങ്ങനെ കീഴടക്കണം? ബിക്കോസ് അവർ ബോഡി ഈസ് ഗോഡ്സ് ടെമ്പിൾ. ദൈവം വസിക്കാൻ, ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ദൈവം വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ നിങ്ങളുടെ ശരീരം എൻ്റെ ആലയമാണ്. സോ ദിസ് ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ഉന്നം നമ്മുടെ ശരീരങ്ങളാണ്. നമ്മുടെ ശരീരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷാണ്, ഈ ജഡമാണ് നമ്മുടെ ആത്മീക നടപ്പിൽ നമ്മളെ തോൽപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി. അതിനുവേണ്ടി രണ്ട് രീതിയിൽ പിശാച് ജഡത്തോട് പോരാടും. ഒന്ന്, പാപത്തിലേക്ക് നമ്മളെ നയിക്കാൻ ജഡത്തിൻ്റെ മോഹങ്ങളാൽ നമ്മളെ പരീക്ഷിക്കും. രണ്ട്, ഈ വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ വ്യക്തിയുടെ ശരീരത്തെ രോഗത്താൽ നമ്മുടെ ശരീരങ്ങളെ ആക്രമിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഒരു 30-45 ആകുമ്പോഴത്തേന് തന്നെ എല്ലാ വിധത്തിലുള്ള പാക്കേജസും നമ്മുടെ ബോഡിയിൽ വരും. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. പക്ഷേ അതിന് മുന്നിൽ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കാതെ we have to fight back because our body is the temple of God. ക്രിസ്തുവിൻ്റെ ശരീരം ഇനി ഭൂമിയിലില്ല. ജീസസ് ഇസ് നോട്ട് ഹിയർ. തൻ്റെ ശരീരമാണ് നമ്മൾ പോയി സംസാരിച്ചാലേ, നമ്മൾ പോയി കൈവച്ചാലേ, നമ്മൾ പോയി പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ ഹോളി ആയിട്ട് വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. ദൈവത്തിന് നമ്മുടെ കരങ്ങൾ വേണം മറ്റുള്ളവരിലേക്ക് സൗഖ്യം പകരാൻ. ദൈവത്തിന് നമ്മുടെ നാവ് വേണം. ആ നാവിനെ പിശാചിൻ്റെ ആയുധമായി വിട്ടുകൊടുക്കാൻ പോരാട്ടം വരുമ്പോൾ അതിനെ സബ്ഡ്യൂ ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ മുറിക്കുന്നവരല്ല, മുറിവ് കെട്ടുന്നവരാക്കാൻ ദൈവത്തിന് എൻ്റെ നാവ് വേണം. ദൈവത്തിന് സുവിശേഷം എത്തിയിട്ടില്ലാത്തവരിലേക്ക് എത്താൻ എൻ്റെ കാലുകൾ വേണം. ദൈവത്തിന് ആവശ്യത്തിലിരിക്കുന്നവരെ കാണാൻ എൻ്റെ കണ്ണുകൾ വേണം. ആരും സങ്കടം പറഞ്ഞാൽ കേൾക്കാനില്ലാത്തവരുടെ ശബ്ദം കേൾക്കാൻ എൻ്റെ കാതുകൾ ദൈവത്തിന് വേണം. And he needs our mind to discern and to acquire heavenly wisdom and knowledge. നമ്മൾ കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ബാറ്റിൽസ് ഉണ്ട്. ആ ബാറ്റിൽസ് എന്താണെന്ന് ആത്മാവിൽ തിരിച്ചറിയുകയാണ് ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം. അത് പാസ്റ്ററിനെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമല്ല. We are all organs of the body of Christ. ഇതിനകത്ത് ഒരാൾ പോലും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമല്ലാത്ത വ്യക്തികളില്ല. എങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് വേണം. കാണാൻ, കേൾക്കാൻ, പോകാൻ, തൊടാൻ എല്ലാവർക്കും ഒരേ ദൗത്യമല്ല ഉള്ളത്. ഉള്ള ഡിഫറെൻറ്റ് ദൗത്യങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് ഇതുവരെ നമ്മൾ പൂർണ്ണ സമർപ്പിതരായിട്ടില്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ഫ്ലഷ്ലി ഡിസയർ, സബ്ഡ്യൂ ഇറ്റ് ആൻഡ് സറണ്ടർ. നമ്മളെ ഓരോരുത്തരെയും ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? Why has God called us from this childhood? ഓരോരുത്തരും തിരിച്ചറിയണം എൻ്റെ മേലുള്ള വിളി എന്തുവാ. ദൈവവചനം പറയുന്നതാണോ? മറ്റുള്ള എല്ലാവർക്കും ദൈവവചനം പറയാൻ പറ്റണമെന്നില്ല. എല്ലാവർക്കും സ്റ്റേജുകളിൽ നിൽക്കാൻ പറ്റണമെന്നില്ല. എ പ്രേയിങ് പേഴ്സൺ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ചർച്ച്. ആഗോള സഭയുടെ ഓരോ ലോക്കൽ ചർച്ചിൻ്റെയും ബാക്ക് ബോൺ അല്ലെങ്കിൽ ഹൃദയവും ബ്രെയിനുമാണ് നമ്മുടെ വൈറ്റൽ ഓർഗൻസ്. പക്ഷേ ഈ ഓർഗനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതും രണ്ടും നിലച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കും. പക്ഷെ ഇതുവരെ ആരുടെയെങ്കിലും ഹൃദയം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ആരുടെയെങ്കിലും ഹൃദയം നമ്മൾ ആരും തമ്മിൽ കണ്ടിട്ടില്ല. കാണുന്നത് ഈ അവയവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൃദയമായി ആരും കാണാതെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനാ ലോക്കൽ ചർച്ചിൻ്റെ സ്പന്ദനം, ഹാർട്ട് ബീറ്റ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആദ്യത്തെ ബാറ്റിൽ ഫ്ലഷിനെ സബ്ഡ്യൂ ചെയ്യേണ്ടത് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ആവശ്യമാണ്. എന്നെ ദൈവം വിളിച്ചിട്ടില്ല, എന്നെ ദൈവം ഇങ്ങനെ കാഷ്വലി ചേർച്ച് ഗോവറായിട്ട് പോകാനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രയോജനമില്ലാത്ത ഒരു അവയവവും ശരീരത്തിൽ ഇല്ലാത്തതുപോലെ പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയെയും ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് കർത്താവ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതുവരെയും നമ്മുടെ വിളിയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ഇന്ന് ദൈവം മുൻപാകെ സമർപ്പിച്ച്, എന്തിനായിട്ട് എന്നെ സൃഷ്ടിച്ചു, എന്തിനായിട്ട് എന്നെ why am I created? Why am I born into this family? Why am I put into this local church? എന്തിനായിട്ട് കർത്താവേ അങ്ങ് എന്നെ ആക്കിയിരിക്കുന്നു? Why am I working there? Why am I in this country? എന്നെ എന്തിനാ ഇപ്പോൾ 25 ദിവസത്തിന് ദൈവം ഇവിടെ വിട്ടത്? നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് we have to
ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനുണ്ട്. സ്വയമേ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആസ്ക് ഹിം, ടോക്ക് ടു ഹിം ലൈക്ക് എ ഫ്രണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ? എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്താ? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എൻ്റെ ജഡം എന്നിൽ പ്രബലമായി നിൽക്കുന്നത്? ആ ഡെയിലി ബാറ്റിൽ നമുക്കതിനെ കീഴടക്കാം. കാരണം ഹിസ്കിയാവ് പറഞ്ഞതുപോലെ നമ്മുടെ യുദ്ധം നടത്താൻ നമ്മുടെ കൂടെ കർത്താവുണ്ട്. സെക്കൻഡ്, ബാറ്റിൽ അഗൈൻസ്റ്റ് ദ വേൾഡ്. രണ്ടാമത്തെ മെയിൻ എനിമിയാണ് ലോകം. The world has all its colors. I'm speaking to the youth. World is calling you with all the colors and passions. ഞങ്ങൾ ജീവിച്ച ഒരു കാലമല്ല നിങ്ങൾക്ക്. The whole world is in your fingertip. നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് ലോകം മൊത്തവും. പക്ഷേ do not yield to the world. Do not yield to the passions of the world. ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. In James 4 verse 4 to 7 we see, do you not know that friendship with the world is enmity with God? ഇവിടെ ദൈവത്തിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ദൈവത്തിൻ്റെ ശത്രുക്കളാണോ? If you are a friend of the world, then God says you are my enemy. രണ്ടുമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഹാഫ് വേൾഡ്. പലപ്പോഴും നമ്മൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനാ. ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയും. ഇപ്പം നിന്ന് പറയാൻ നല്ല എളുപ്പമാണ്. 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറി കഴിയുമ്പം നമ്മൾ അറിയാതൊരു കോംപ്രമൈസിലേക്ക് അങ്ങ് പോകും. നമ്മുടെ മൈൻഡിനെ മൊത്തം പിടിച്ച് കുലുക്കുന്ന മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോകും. അവിടെയാണ് നമ്മുടെ ബാറ്റിൽ കിടക്കുന്നത്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാ. ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പല കണ്ടൻസ് ഉണ്ട്. ടൈമില്ല, ഞാൻ വേഗം നിർത്തുക. അതുകൊണ്ട് children, please do understand. Do not try to be a friend of this world. God can use you only if you say no to the world. Submit to God. മൂന്നാമത്തെ നമ്മുടെ എതിരാളിയാ പിശാച്. So he is the ruler of this world, as Luke 4 verses 5 to 7 says. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. Submit to God, resist the devil. We have to resist the devil. When you feel like seeing something that is not holy, that you're not supposed to see, when you feel like talking something, listening to something, you have to not you, I'm including all of us, we have to take a willful stand and say no to it. Take the help of Holy Spirit. പാടായിരിക്കും ആദ്യം, പിന്നെ അതൊരു ജീവിത ശൈലിയായിട്ട് മാറും. അങ്ങനെ പിശാചിനെ ജയിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു 100 വർഷം മുൻപ് ഉള്ള ദൈവസഭയുടെ ശക്തി ക്രമേണ 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 കുറഞ്ഞു പോകാൻ കാരണം എന്താ? ലോകസ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നതാണ്. നമ്മളെ ലോകത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ലോകത്തിനുള്ള എല്ലാ കമ്മോഡിറ്റീസും നമുക്കുണ്ട്. നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും എങ്ങനെയൊക്കെ ഞാൻ മെസ്സേജുകൾ ഉണ്ടാക്കിയാലും ഞാൻ ഫൈനലി ഇതിലേക്കാണ് വരുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഭയമാണ്, കാരണം എന്നോടാണ് ഇത് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. വിശുദ്ധി. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതല്ല എൻ്റെ ടോപ്പിക്ക്. വീണ്ടും നമ്മളോട് ആലോചന പറയുന്നു, വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ദൈവിക വിളിയിലേക്കും തിരിച്ചു വരുവാൻ. എവിടെയെങ്കിലും മാനസാന്തരം, അനുതാപം നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഇന്ന് ക്ഷണിക്കുക. ഓടിയതും അധ്വാനിച്ചതും ഒരിക്കലും വൃഥാവായി തീരല്ല. ദൈവികമല്ലാത്ത നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന മറ്റൊന്നിലേക്ക് നമുക്ക് സമയം കളയുവാൻ ഇപ്പം നമ്മുടെ മുന്നിൽ സമയമില്ല. വി ആർ ഓൺ ദ വേർജ്. നമ്മുടെ മണവാളൻ വാതിക്കലായിരിക്കുക. എത്രയും പേരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യേശുവിനെ ആവശ്യമുള്ളൊരു രാജ്യത്താണ് ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഗെറ്റ് ഔട്ട്. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ കംഫർട്ട് വിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങി സൗഖ്യദായക ശക്തിയായി നമ്മുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. നമ്മുടെ നാവുകൾ മറ്റുള്ളവരുടെ ലൈഫിൽ മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളെങ്കിൽ പരസ്പരം സ്നേഹത്തിൽ തിരുത്തുവാൻ കരം കൊടുത്ത് മറ്റൊരാളുടെ കുറ്റം കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 100 കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. അന്നേരം പരിശുദ്ധാത്മാവ് ഒരു കുറ്റം വെളിപ്പെടുത്തുന്നെങ്കിൽ അത് മറ്റൊരാളോട് ചേർന്ന് പറയാൻ നിൽക്കാതെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരും അതിൽ നിന്ന്. അങ്ങനെ പരസ്പരം കരം കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐ എം കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ബാറ്റിൽ അഗൈൻസ്റ്റ് ദ വേൾഡ്. ലോകത്തിനെതിരെ പോരാടുക. പിശാചാണ് ഈ ലോകത്തിൻ്റെ ദൈവം. 2 Corinthians 4 verse 4 says,
ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അത് നമ്മൾ അറിയുന്ന ഈ സുവിശേഷത്തിന് തേജസ് ഉണ്ട്. ആ തേജസ് ശോഭിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരിലൂടെയാണ്. ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ, ഗ്ലോറിയസ് ഗോസ്പലായത് ഇത് എൻ്റെ മുഖത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്താണ് ഇത് വെളിവാകേണ്ടത്, നമ്മുടെ ജീവിതത്തിലൂടെയാണ് വെളിവാകേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ മൂക്കത്ത് വിരൽ വെച്ച് ഇവരാണോ ദൈവ പൈതലെന്ന് തോന്നുമാറ് ആക്കി നമ്മളെ വികൃതമാക്കി കളയുന്ന ഒരു പൈശാചിക ശക്തിയുടെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സോ വി നീഡ് പ്രെയർ. നമുക്ക് പരസ്പരം പ്രാർത്ഥന വേണം, കൈത്താങ്കൽ വേണം. നമ്മൾ കൂട്ടം കൂടുമ്പോൾ, ഫെലോഷിപ്പ് എന്ന പേരിൽ നമ്മൾ കൂടുമ്പോൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. പ്രേ ഫോർ ഈച്ച് അതർ, എഡിഫൈ ഈച്ച് അതർ. ദൈവത്തിന് ഇഷ്ടമുള്ളതോ നമ്മുടെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് ശുദ്ധീകരണം കൂടാതെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. 365 ഡേയ്സും ഇവിടെ വന്നിരുന്നാലും ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വന്നത് വ്യർത്ഥമാണ്. ദൈവം മുൻപാകെ അതിനൊരു പ്രയോജനമില്ല. സോ ലെറ്റ് us be the church that God wants us to be. So that what are the tools of the world? നമുക്ക് Colossians 2:8 കാണാം. ഫിലോസഫി ആൻഡ് എംപ്റ്റി ഡിസീറ്റ്. വഞ്ചന, തത്വജ്ഞാനം വെറും വഞ്ചന, അത് പെരുകി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ട്രഡീഷൻ ഓഫ് മെൻ, മനുഷ്യരുടെ സമ്പ്രദായങ്ങൾ. നമുക്കറിയാം ക്രിസ്മസ്, ഹാലോവീൻ, നാട്ടിലെ സെലിബ്രേഷൻ, ഇതെല്ലാം നമ്മളും ഇന്ന് അതിനോട് ചേരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുന്നത്. ദീസ് ആർ ദ ട്രഡീഷൻ ഓഫ് മെൻ. ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. എന്താ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സയൻസ്? ദൈവം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നതും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം സത്യമല്ല. ദീസ് ആർ ദ ടൂൾസ് ഓഫ് ദ വേൾഡ്. ഈ ടൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്ന ന്യൂസിനകത്ത് 3% അത് ഡിസെപ്ഷൻ, അതൊന്നും ട്രൂ അല്ല. നമ്മൾ കേൾക്കുന്ന എത്രയോ സമയം നമ്മളത് കേൾക്കാൻ വേണ്ടി വ്യർത്ഥമാക്കുന്നു. ഈ ടൂൾസിനെ ഒക്കെ ഒഴിഞ്ഞിരിക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറയുക. ദ വിസ്ഡം ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കോൺട്രറിയാ, ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ്. അതുപോലെ കോഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ഗതി ദൈവത്തിൻ്റെ ഗതിക്ക്, ദൈവത്തിൻ്റെ ട്രാക്കും ലോകത്തിൻ്റെ ട്രാക്കും രണ്ടും രണ്ടിലൂടെയും കാല് വെച്ച് നമുക്ക് പോകാൻ കഴിയത്തില്ല. വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. അതുകൊണ്ട് മടങ്ങി വരിക. കെയർസ്, റിച്ചസ് ആൻഡ് ലസ്റ്റ്, ലോകത്തിൻ്റെ മാർക്ക് 4:19, ഇഹലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ. ഇതില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഡെയിലി സ്ട്രഗിളാണ്. ഇതിനെ സബ്ഡ്യൂ ചെയ്യുന്ന വിശ്വാസിയാ ജയിച്ച് മുന്നോട്ട് വരുന്നത്. അവസാനത്തേതാണ് പവർ, പൊസിഷൻ, ഫെയിം. ഇന്ന് എല്ലാവർക്കും ഫേമസ് ആവണം അല്ലേ? യൂട്യൂബ് പേജും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒരു സെലിബ്രിറ്റി കൾച്ചർ ചർച്ചിൻ്റെ ഉള്ളിൽ പോലും പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പം സർവ്വലോകവും നേടിയാലും ആത്മാവ് നഷ്ടമായി പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. സോ വി ഹാവ് ടു ബാറ്റിൽ അഗൈൻസ്റ്റ് ദ വേൾഡ്. തേർഡ്, വി ഹാവ് ടു ബാറ്റിൽ അഗൈൻസ്റ്റ് ഡെവിൾ. പിശാച് അലറുന്ന സിംഹം പോലെ. പിശാച് എങ്ങനെ അലറുന്ന സിംഹം പോലെ? ആ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പിശാച് അങ്ങനെയൊന്നും നമ്മുടെ പുറകെ വരാറില്ല. പിശാച് എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഹി കംസ് ത്രൂ റിലേഷൻഷിപ്സ്. നമ്മുടെ ബന്ധങ്ങളിലൂടെ ആയിരിക്കും വരുന്നത്, നമ്മുടെ സാഹചര്യങ്ങളിലൂടെ വരും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുജോലിക്കാരിലൂടെ. ഹി കംസ് ത്രൂ അവർ ഫ്രണ്ട്സ്, ഹി കംസ് ത്രൂ പീപ്പിൾ അറൗണ്ട് അസ്. ഇനി ഏറ്റവും വലിയ പിശാചിൻ്റെ ആയുധമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നതും പിശാച് പറയുന്നതും ഏതാണെന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേചന ആത്മാവ് നമുക്ക് വേണം. ചിലത് നമുക്കിപ്പോൾ ഒരാളോടൊരു ചെറിയ ദേഷ്യം തോന്നി, നമ്മുടെ മനസ്സിൽ പിന്നെ ഇരുന്ന് ഇങ്ങനെ പണ്ട് മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരാൾ ഇരുന്ന് പറയുന്ന പോലെ പറഞ്ഞ് ഇങ്ങനെ പൈലപ്പ് ചെയ്ത് തരുന്നത് നിങ്ങൾ എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവൻ്റെ ഏറ്റവും വലിയ ഡിസെപ്ഷനാണ്. ഒരു സാഹചര്യം നോക്കി നിൽക്കുക, അതിൻ്റെ മേലിൽ പണിഞ്ഞ് ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ. കാരണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന ദൈവരാജ്യം പണിയും. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഹി വോണ്ട്സ് ടു ഐസൊലേറ്റ് അസ്. അതാ ഇന്ന് പിള്ളേർക്ക് സംഭവിക്കുന്നത്. ഇന്നത്തെ ലോകം തന്നെ കോവിഡ് വന്നതോടെ പീപ്പിൾ ആർ ഐസൊലേറ്റഡ്. ആർക്കും വേണ്ടി നമ്മൾ ഒരു ടേബിളിൽ ഇരുന്നാൽ പോലും വി ആർ ബിസി ഓൺ അവർ ഫോൺസ്. അങ്ങനെ നമ്മളെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഹി വോണ്ട്സ് ടു ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തതുപോലെ
പിരിച്ചു നിർത്തിയിട്ട് നമ്മളെ ഒറ്റയ്ക്ക് വന്ന് ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ള അവൻ്റെ തന്ത്രത്തിനെതിരെ ഇന്ന് രാത്രികാലം ആത്മാവിൽ പോരാടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഹിസ്കിയാവ് പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. 2 ദിനവൃത്താന്തം 32-ലും 19-ലും ഒക്കെ നമുക്ക് കാണാം ദൈവം ആ വിശ്വാസം. ആസ് വി ഹേർഡ് ഹിയർ വാട്ട് വി സേ, നമ്മൾ പറയുന്ന നമ്മുടെ നാവിന് അധികാരമുണ്ട്. പാസ്റ്റർ അത് പറഞ്ഞിരുന്നു. നമ്മൾ പ്രഖ്യാപിക്കുന്നത് അത് സംഭവിക്കും. കാരണം രാജകൽപ്പന കൊടുക്കാൻ അധികാരമുള്ള നാവ പരിശുദ്ധാത്മാവ്, സാക്ഷാൽ ദൈവമായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ദേഹി വെച്ച് നമുക്ക് വായി തോന്നുന്നതെന്നും പറയാനുള്ള അധികാരമില്ല. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഹിസ്കിയാവ് ഇത് ഡിക്ലെയർ ചെയ്തു. 2 ദിനവൃത്താന്തം 32 നമുക്ക് കാണുന്നു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ച് അവൻ അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ തന്നെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. സമയമുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിനവൃത്താന്തം 32 വായിച്ചാൽ മതി. യഹോവയെ ഒരുപാട് പുച്ഛിച്ചിരുന്നു സെൻഹരീബ്. ആ സെൻഹരീബിനെ ദൈവം ദൂതനെ അയച്ച്, ഹിസ്കിയാവ് പറഞ്ഞതുപോലെ തന്നെ ഗോഡ് ഫോട്ട് ദ ബാറ്റിൽ. അപ്പം നമ്മുടെ യുദ്ധങ്ങളെ ദൈവം ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നമുക്കെതിരെ നിൽക്കുന്ന ലോകം, പാപം, പിശാചിനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സബ്ഡ്യൂ ചെയ്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ ഓരോരുത്തർക്കും ഒരു ചെറിയ റോളുണ്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അധികം തീഷ്ണതയോടെ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമയം തന്ന ദൈവദാസനും ദൈവസഭയോടുമുള്ള നന്ദിയെ അറിയിച്ച് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു.